ഹലോ, നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഗ്യാസല്ല യൂസ് ചെയ്യുന്നത്, വിറകടുപ്പാണ്. വിറകടുപ്പിൽ നമുക്ക് ചട്ടിയിൽ വെക്കാനാണ് കരുതുന്നത്. ഓക്കെ, അപ്പോൾ ചട്ടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് തീയൊക്കെ ഉണ്ട് ചട്ടിയിൽ. സോറി, അടുപ്പിൽ ആവശ്യത്തിന് തീയൊക്കെ ഉണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആക്കിയെടുക്കാം. ഓക്കെ, കരിയാത്ത രീതിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എടുക്കുന്ന ഇത്രയും എണ്ണ ഒരുപാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ എടുക്കുന്നത് തന്നെയാണ് ഞാൻ ഈ കറിക്ക്. നമ്മൾ കറി അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുന്നവരെ നമ്മൾ ഇത്ര എണ്ണ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അഡീഷണൽ ഓയിലൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുക്, ഉലുവ, കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിന്. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്തായാലും പെടുത്താം. ഉലുവ, കടുക്, കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതിൻ്റെ പേസ്റ്റ് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതല്ല, അല്ലാണ്ട് തന്നെ വീട്ടിൽ ഞാൻ മിക്സിയിൽ എടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് അത് നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് കളർ ചേഞ്ച് ആവട്ടെ. ഒരു ബ്രൗണിഷ് കളറാവുന്ന സമയത്ത് തന്നെ നമുക്ക് സവാള, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യാം. സവാള നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. സവാള ഏകദേശം 4 സവാളയൊക്കെയാണ് ഞാൻ എടുത്ത് വെക്കുന്നത്. വലുതുമല്ല, വലിയ ചെറുതായിട്ടുമല്ല, മീഡിയം സൈസുള്ള സവാള എടുത്ത് വെക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് എടുത്ത് വെച്ചേക്കുന്ന ടൊമാറ്റോ, കട്ട് ചെയ്ത് ടൊമാറ്റോയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ അത് ഇത് ബ്രൗണിഷ് കളറാവുന്നത് വരെ ഒന്ന് വഴണ്ട് വരുന്നവരെ നമുക്ക് എന്താ പറയുക, വെയിറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ എന്തായാലും ഞാൻ അതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. വലുതായിട്ട് ഇളക്കുന്നതൊന്നുമില്ല, അതങ്ങനെ ഇരിക്കട്ടെ. നമുക്കിതൊന്ന് അടച്ചിട്ട് അത് ചിക്കൻ വേവട്ടെ. ചിക്കനെ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയിട്ട് നമുക്കൊരു 5 to 15-20 മിനിറ്റ്സ് വരെ നമുക്കങ്ങനെ കീപ്പ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാം. ഓക്കെ, ചിക്കൻ എന്തായാലും ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ട, ചിക്കൻ്റെ വെള്ളമൊക്കെ അതിനകത്ത് ഇറങ്ങി. വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, വെള്ളമൊക്കെ ഇറങ്ങി. അത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്കുള്ളതും കൂടി ആഡ് ചെയ്യാം. ഞങ്ങൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, ഉപ്പും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നത്, ഏകദേശം ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി. ഞാനിവിടെ മല്ലിപ്പൊടിയേക്കാളും കൂടുതൽ മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട്, കാരണം വീട്ടിൽ കുറച്ച് എരിവ് ഇഷ്ടമാണ് എല്ലാവർക്കും. എക്സ്പെഷ്യലി ഞാൻ എരിവിൻ്റെ ഒരാളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ മുളക് പൊടി ഇച്ചിരി അധികം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം നമ്മൾ നേരത്തെ ഈ ഇഞ്ചി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കിയിരുന്നല്ലോ, അപ്പോൾ ആ ജാറിൽ തന്നെയാണ് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടാകും. അപ്പോൾ അതുകൂടി ഇതിനകത്ത് ആഡ് ചെയ്യാമെന്ന് കരുതും, തന്നെ വേസ്റ്റ് ചെയ്യേണ്ടല്ലോ. വാ, അമേസിങ്. ആക്ച്വലി നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല മണം വെച്ചാൽ നല്ല മണം വരുന്നുണ്ട്. ചിക്കൻ വെക്കുമ്പോൾ ഒരു മണമാണ്, ചിക്കൻ കറിച്ചട്ടിൽ വയ്ക്കുമ്പോൾ അതിലും നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഒരു പഴമക്കാരുടെയൊക്കെ എന്താ പറയുക, പണ്ടത്തെ ഒരു സ്റ്റൈലിലൊക്കെ വെക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും കുറച്ചും കൂടി വറ്റാനുണ്ട്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റാണ് കേട്ടോ. അതിൽ ഉപ്പ് വരെ കറക്റ്റ് അളവിലാണ് വന്നേക്കുന്നത്, കുഴപ്പമില്ല. എന്തായാലും കുറച്ചും കൂടി വറ്റിയിട്ട് നമുക്കത് അടുപ്പത്ത് നിന്ന് മാറ്റാം. ഓക്കെ, ചിക്കൻ എന്തായാലും പാകമായിട്ടുണ്ട്. നേരത്തെക്കാളും കുറച്ചധികം വറ്റിയിട്ടുണ്ട്, വെള്ളമൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് അടുപ്പത്ത് നിന്ന് മാറ്റാം. ഇനി ഈ ചട്ടിയുടെ ചൂടിലിരുന്ന് തന്നെ കുറച്ചും കൂടി വറ്റും. നല്ല മണമൊക്കെ ഉണ്ട്, ടേസ്റ്റൊക്കെ നന്നായിട്ടുണ്ട്. ഉപ്പും എരിവൊക്കെ പാകത്തിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.